ഹായ്, ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. ഇന്നൊരു ഹാപ്പി ന്യൂസുമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ തുടങ്ങുന്നത്. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ഈ നാട്ടിൽ നിന്ന്, അതായത് കേരളത്തിൽ നിന്ന് പുറത്തു പോയി പഠിക്കുന്ന കുറേ അധികം കൊച്ചുകുട്ടികളെ ഈ ഇടയ്ക്ക് പരിചയപ്പെട്ടു. അവരെന്നോട് ആവശ്യപ്പെട്ടതാണ്, അവർക്ക് അവിടെ അവരുടെ കോളേജിൽ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ പാടുള്ളൂ പോലും. പാവം, എന്തു ചെയ്യും? നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയില്ലാത്ത കുറച്ച് കൂട്ടുകാർ, അവർക്ക് വേണ്ടി കുറച്ച് ചെറിയ സെനൻസുകൾ അവർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ, അവർക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ചില്ല എന്ന കാരണം കൊണ്ട് അവർക്ക് ഫൈൻ അടയ്ക്കാതിരിക്കുന്നതിനുള്ള കുറച്ച് സെനൻസ് വീതം ഒന്ന് യൂട്യൂബ് വഴി ഈ ചാനലിലൂടെ ഒന്ന് അവർക്ക് ഇട്ടുകൊടുത്ത് സഹായിക്കാമോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള കുറേ ചെറിയ സെനൻസുകൾ നമ്മൾ സാധാരണ പറയുന്നത് തന്നെ, പക്ഷെ ഇങ്ങനെ പഠിക്കേണ്ടുന്ന കുറച്ച് സെനൻസുകൾ നമുക്കിതിലൂടെ പഠിക്കാം, ഈ വീഡിയോയിലൂടെ പഠിക്കാം. അത് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമാകും. അത് പുറത്തു പോകുന്നവർക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്നവർക്കും ഇത് പഠിക്കാം. നമുക്ക് പുറത്തോട്ടൊക്കെ പോകേണ്ടി വരുമല്ലോ. ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആരാ നമ്മൾ കേരളത്തിൽ നിൽക്കുന്നവരുള്ളത്, ഇന്ത്യയിൽ നിൽക്കുന്നവരുള്ളത്? എല്ലാവരും പുറത്തേക്ക് കിടക്കല്ലേ. ഇംഗ്ലീഷ് എല്ലാവർക്കും ആവശ്യമല്ലേ? ഓക്കെ, കമോൺ, നമുക്ക് കുറച്ച് സെന്റൻസുകൾ പഠിക്കാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇതായിരുന്നു ഇല്ലേ? വിൽ യു ബി ദേർ. ഇതെങ്ങനെയാണ്, ഇതിന്റെ അർത്ഥം എന്താണെന്നും ഇതെങ്ങനെയാണ് ചോദിക്കുന്നതെന്നുമായിരുന്നു നമ്മൾ പഠിച്ചത്. ഇത് വിൽ യു ബി ദേർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കുമോ എന്നാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഇതിനെ നമ്മൾ പല രീതിയിൽ ചോദിക്കണമെന്ന് പറഞ്ഞു. വിൽ യു ബി ദേർ എന്നുള്ളേച്ച് ഇതിന്റെ ഈ യു മാറ്റി വെച്ച് അവരവിടെ, നിങ്ങൾ എന്നുള്ള സ്ഥാനത്ത് അവരെന്നാണ് ഇത് നമുക്ക് ചോദിക്കേണ്ടത്. അവരവിടെ ഉണ്ടായിരിക്കുമോ എന്നാണെങ്കിലോ വിൽ യുവിന്റെ സ്ഥാനത്ത് അവർ, ദേ, വിൽ ദേ ബി ദേർ, അവർ അവിടെ ഉണ്ടായിരിക്കുമോ എന്ന്. നേരം അവർ പറയുകയാണെങ്കിൽ ആൻസർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച പോലെ തന്നെ യെസ് ദേ വിൽ ബി ദേർ, ദേ വിൽ ബി ദേർ എന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റി മാറ്റി നിങ്ങൾ ചോദിച്ചു പഠിച്ചോ? അങ്ങനെ ഇതിനെ ഇത് നമ്മൾ സബ്ജക്റ്റ് മാറ്റിയിട്ട് നമുക്ക് ചോദിച്ച് പല രീതിയിൽ നമ്മൾ ആരുണ്ടായിരിക്കണമെന്നാണോ നമ്മൾ അറിയേണ്ട, ആരെ കുറിച്ചാണോ അറിയേണ്ടത്, അത് നമുക്ക് മാറ്റി മാറ്റിയിട്ട് ചോദിക്കാം. അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നത്. അതുപോലെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് ചോദിക്കണം. ഇത് നമ്മൾ പഠിക്കുമ്പോൾ പല രീതിയിലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇത് പലരോടും ചോദിക്കേണ്ടി വരും. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് അത് നേരം ചോദിക്കുമ്പോൾ ഈ അദ്ദേഹം എന്നുള്ളത് വാട്ട് ഡിഡ് ഹി സേ, വാട്ട് ഡിഡ് ഹി സേ എന്ന് ചോദിച്ചാൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് മാത്രം ആയിരിക്കുകയല്ല നമുക്ക് ചിലപ്പോൾ ചോദിക്കേണ്ടി വന്ന, അവർ അല്ലെങ്കിൽ അവൾ എന്താണ് പറഞ്ഞതെന്നാണെങ്കിലോ വാട്ട് ഡിഡ് കഴിഞ്ഞ് വെച്ച് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഈ ഹി, അദ്ദേഹം എന്ന വാക്കാണ് ഈ ഹി. അതിനു പകരം നമുക്ക് ആരെ കുറിച്ചാണോ ചോദിക്കേണ്ടത് അതിവിടെ ചേർക്കാം. അദ്ദേഹം എന്താണ് പറഞ്ഞതിന് പകരം അവർ അല്ലെങ്കിൽ അവൾ എന്താണ് പറഞ്ഞതെന്നാണെങ്കിൽ വാട്ട് ഡിഡ് ഷീ സേ എന്ന് ചോദിക്കാം. അതുപോലെ ഇവിടെ നമ്മൾ നിങ്ങൾ എന്നാണെങ്കിലോ ഇവിടെ ഉപയോഗിച്ചത് തന്നെയാണല്ലോ. വാട്ട് ഡിഡ് ഹീ സേ എന്നുള്ളതിന് പകരം വാട്ട് ഡിഡ് യു സേ എന്നാക്കാം. അങ്ങനെ നമുക്ക് ആരെ കുറിച്ചാണോ ചോദിക്കേണ്ടത് അത് മാറ്റിയിട്ടാൽ നമുക്ക് ഒത്തിരി സെന്റൻസുകൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും പല രീതിയിൽ പലരോട് സംസാരിക്കുന്ന രീതിയിൽ പറയാം. വാട്ട് ഡിഡ് ദേ സേ, വാട്ട് ഡിഡ് ഷീ സേ, വാട്ട് ഡിഡ് യു സേ, വാട്ട് ഡിഡ് ഷീ സേ, അങ്ങനെ പലതും നമുക്ക് ചോദിക്കാം. അവൾ എന്താണ് പറഞ്ഞത്, അവരെന്താണ് പറഞ്ഞത്, അവൻ എന്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇച്ചിരൂടെ റെസ്പെക്ട് കൂട്ടി അദ്ദേഹം എന്താണ് പറഞ്ഞത്. അങ്ങനെ ഇതെല്ലാം നമുക്ക് ചോദിക്കാൻ പഠിക്കണം. ആരെ കുറിച്ചാണെന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. ഈ ഒരു സെന്റൻസ് നമ്മൾ പഠിച്ചാൽ അത് നമുക്ക് മാറ്റി മാറ്റിയിട്ട് ചോദിക്കാം. പിന്നെ ഇതിന് മറുപടി പറയാനൂടാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്നുവെച്ചാൽ അതിന് മുമ്പ് നമുക്ക് ചോദിക്കാം, അദ്ദേഹം എന്താണ് പറഞ്ഞത്, നിനക്ക് മനസ്സിലായോ, അല്ലെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുക. അതിന് നമ്മൾ ചോദിക്കുന്നത് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്, വാട്ട് ഡിഡ് ഹി സേ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്. ഇത് രണ്ടും കൂടി ഒരു ക്വസ്റ്റ്യൻ ആക്കി ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഡിഡ് ഹി സേ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന്. ഇത് ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചത്. ഈ രണ്ട് സെന്റൻസ് സെപ്പറേറ്റ് ആയിട്ടാണ് പഠിച്ചത് എങ്കിലും ഇതിന്റെ മീനിങ് കൂടെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത് ഒരു വലിയ സെന്റൻസ് ആയിട്ട് ചോദിക്കുകയാണ്.
വാട്ട് ഡിഡ് ഹി സേ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്, അല്ലെ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡിഡ് ഹി സേ. ഇതിങ്ങനെ ചോദിച്ചാലും മതി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിച്ചെന്നോർത്ത് കുഴപ്പമില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ, അല്ലെ നിങ്ങൾക്ക് മനസ്സിലായോ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന്. ഇതാണ് ഇതിന്റെ അകത്ത് വരുന്നത്. അത് ഇതിന്റെ അകത്ത് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് എന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നാണ് നമുക്ക് അറിയേണ്ടത് കൊണ്ട് യു മാത്രം നമ്മൾ മാറുന്നില്ല. അതുപോലെ വാട്ട് ഡിഡ് ഷീ സേ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്, അവർ എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന്. അതുപോലെ ഓരോന്നും മാറ്റി പറയും. അതുപോലെ അന്നേരം ഇതിന് മറുപടി എന്തായിരിക്കണം? ഒന്ന് എനിക്ക് മനസ്സിലായി, പോസിറ്റീവ് ആൻസറായി, എനിക്ക് മനസ്സിലായി. അന്നേരം എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന്. എനിക്ക് വിവരം പിടികിട്ടി, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് നമ്മൾ തിരിച്ചന്വേഷിക്കുകയാണ്. അന്നേരം ഇവിടെ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളത് ഇവിടെ എന്താണ്? എനിക്ക് മനസ്സിലായി എന്നായതുകൊണ്ട് ഇവിടെ നമ്മൾ അതിന്റെ പാസ്റ്റ് ഫോം ഉപയോഗിച്ച് ഐ അണ്ടർസ്റ്റുഡ്, എനിക്ക് മനസ്സിലായി. ഡിഡിന്റ് യു അണ്ടർസ്റ്റാൻഡ്, ഇവിടെ ഡിഡ് ഉള്ളത് കൊണ്ട് അണ്ടർസ്റ്റാൻഡ് തന്നെ വരണം. ഡിഡിന്റ് യു അണ്ടർസ്റ്റാൻഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതിന് മറുപടി ആയിട്ട് ഇത് പോസിറ്റീവ് ആണേല്, അല്ലെങ്കിൽ നേരം നമ്മൾ പറയുക നമുക്ക് മനസ്സിലായില്ല, നമുക്ക് നെഗറ്റീവ് ആൻസർ ആണ്. അന്നേരം പറയാണ് നോ ഐ ഡിഡിന്റ് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലായില്ല, ഇല്ല എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും നമ്മള്. അന്നേരം നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, കമോൺ ലെറ്റ്സ് ആസ്ക് ഹിം വൺസ് അഗെയിൻ. അന്നേരമോ വരൂ നമുക്ക് അദ്ദേഹത്തോട് ഒരിക്കൽ കൂടി ചോദിക്കാം എന്ന് പറയുന്നു. അത് കമോൺ ലെറ്റ്സ് ആസ്ക് ഹിം എന്നുള്ളത് ഇവിടെ നമ്മൾ ഷീ ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ ലെറ്റ്സ് ആസ്ക് ഹെർ എന്നാക്കണം. അതുപോലെ നമ്മൾ ഇതിന്റെ ഇവിടെ മാറ്റുന്ന അനുസരിച്ച് ഹീ ആണ് ഹെർ ആക്കണം, ദേ ആണെങ്കിൽ ദം ആക്കണം. ദേ വാട്ട് ഡിഡ് ദേ സേ എന്നാണെങ്കിൽ കമോൺ ലെറ്റ്സ് ആസ്ക് ദം വൺസ് അഗെയിൻ എന്നാക്കണം. ഇത് മാറ്റുന്നത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ദേ, ദം, ഹി, ഹിം, ഷീ, ഹെർ അങ്ങനെ മാറ്റുന്നത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഇത്രയും ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറെ അധികം കാര്യങ്ങൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യനൊക്കെ നമുക്ക് പലപ്പോഴും പറയേണ്ടി വരും. അതുപോലെ വാട്ട് ഡിഡ് ഹി സേ എന്നുള്ളതിന്റെ ഈ വെർബ് അങ്ങ് മാറ്റിയാലോ? വാട്ട് ഡിഡ് ഹി, ഈ സേയ്ക്ക് പകരം റൈറ്റ്, വാട്ട് ഡിഡ് ഹി റൈറ്റ്, അവൻ എന്താണ് എഴുതിയത്, അല്ലെ അദ്ദേഹം എന്താണ് എഴുതിയത്. വാട്ട് ഡിഡ് ഹി ടീച്ച്, അദ്ദേഹം എന്താണ് പഠിപ്പിച്ചത്. അതുപോലെ വാട്ട് ഡിഡ് ഹി ആസ്ക്, അദ്ദേഹം എന്താണ് ചോദിച്ചത്. ഇങ്ങനെ ഈ വെർബ് മാറ്റിയാലും നമുക്ക് ഈ വെർബും മാറ്റി ഇതും കൂടെ മാറ്റി കഴിഞ്ഞാല് വാട്ട് ഡിഡ് ഹി സേ എന്നുള്ള വാട്ട് ഡിഡ് ഷീ ആസ്ക് എന്നാണെങ്കിലോ അവർ അല്ലെങ്കിൽ അവൾ എന്താണ് ചോദിച്ചത് എന്നാകും. ഇതിന്റെ ഈ ഒരൊറ്റ സെന്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും മാറ്റി നമുക്ക് പല സെന്റൻസുകളാക്കാം. അദ്ദേഹം അവരെന്താണ് ചോദിച്ചത്, അവരെന്താണ് എഴുതിയത്, അവരെന്താണ് എന്തിനാണ് ചിരിച്ചതെന്ന് ചോദിക്കാം. അന്നേരം ഈ എന്തെന്നുള്ളത് ഇവിടെ വൈ ആക്കണം. അതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകം പിന്നെ പഠിക്കാം. വൈ വാട്ട് ക്വസ്റ്റ്യൻ വേർഡ്സ് മാറിക്കഴിയുമ്പോൾ ഇത് ക്വസ്റ്റ്യൻ വേർഡ്സ് ഇത്രയും വെച്ച് തന്നെ നമ്മൾ ഇത് രണ്ടും, അതായത് സബ്ജക്റ്റും വെർബും മാറ്റി ചോദിക്കുന്നത് ആദ്യമേ ഒന്ന് പഠിക്കുക. അതിനുശേഷം നമുക്ക് ഇതിനെ പോലെ ഇത് നമ്മളൊക്കെ മിക്കവാറും ചോദിക്കേണ്ടത് വാട്ട് ഡിഡ് ഹി റൈറ്റ്, വാട്ട് ഡിഡ് ഹി റൈറ്റ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം എന്താണ് എഴുതിയത്. ബോർഡിലൊന്ന് സാറ് പോയി എഴുതി, അന്നേരം അദ്ദേഹം എന്താണ് എഴുതിയതെന്ന് നമുക്ക് മനസ്സിലായില്ല. അന്നേരം നമുക്ക് പറയാം വാട്ട് ഡിഡ് ഹി റൈറ്റ്, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾക്ക് മനസ്സിലായോ അദ്ദേഹം എന്താണ് എഴുതിയതെന്ന്. അല്ലെ വാട്ട് ഡിഡ് ഹി ടീച്ച് ടുഡേ, ഇന്ന് അദ്ദേഹം എന്താണ് പഠിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. അതുപോലെ നമുക്ക് ചോദിക്കേണ്ടി വരുന്ന, പറയേണ്ടി വരുന്ന ചില സെന്റൻസുകൾ, അതുപോലെ ഈ രണ്ട് സെന്റൻസുകൾ പഠിച്ചിട്ട് അതിനെ കൂട്ടിച്ചേർക്കാൻ ഇടയ്ക്ക് വരുന്ന ചെറിയ ഓരോ മീനിങ് ഫുൾ വേർഡ്സ്, അങ്ങനെയുള്ളതെല്ലാം ചേർത്ത് നമുക്ക് ഇത് പറയാൻ, സംസാരിക്കാൻ പഠിക്കണം. അതിനുവേണ്ടി എല്ലാ കുട്ടികൾക്കും ഞാൻ ഇതുപോലെയുള്ള എന്നോട് ആവശ്യപ്പെട്ടവർക്കെല്ലാം മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല എങ്കിൽ ഇങ്ങോട്ടൊരു കമന്റ് വിട്ടാൽ മതി കേട്ടോ. ഓക്കെ, എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ച സെന്റൻസിനെ തന്നെ സബ്ജക്റ്റ് അല്ലെ നമ്മൾ വെർബ് മാറ്റിയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇത്
ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പുറത്തു പോകുമ്പോൾ പല കാര്യങ്ങളും പുറത്തിറങ്ങിയ ആൾക്കാരോട് നമ്മൾ സംസാരിക്കേണ്ടി വരും. നമ്മുടെ കൂട്ടത്തിലുള്ളവരോട്, നമ്മുടെ റൂം മേറ്റ്സിനോടോ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സിനോടോ ഒക്കെ സംസാരിക്കാൻ പഠിക്കേണ്ടതായിട്ട് വരും. അവർ പറഞ്ഞത് ശരിയാണ്. നമ്മൾ കോളേജിൽ ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് കമ്പൽസറി പറഞ്ഞു പോയാൽ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചേ മതിയാവും. അതുകൊണ്ട് നമുക്ക് കുറെ ചെറിയ ചെറിയ സെന്റൻസുകൾ പഠിച്ച് നമുക്ക് ഈ പുറത്തേക്ക് പോകുന്നവർക്കൊക്കെ ഈ മാസം കൂടി ഉണ്ട് സമയമില്ലേ, ആ സമയത്തിനോടകം നമുക്ക് മാക്സിമം ഇംഗ്ലീഷ് പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കാം. അതായത് ഒരു ആഴ്ചയിൽ 2 ക്ലാസ് എങ്കിലും വെച്ച് നമുക്ക് മാക്സിമം ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുവാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ പുറത്തു പോകുന്ന കൂട്ടുകാർക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ഓക്കെ, ലെറ്റ്സ് വെയിറ്റ് ഫോർ ദി നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ.